ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. തനുക്കുഞ്ഞിനെ പുതിയ സ്കൂളിലേക്ക് വിടുകയാണ്. നേരത്തെ തന്നെ എഴുന്നേറ്റുണ്ടായിരുന്നു. കഞ്ഞിയായിട്ട് വെക്കുന്ന തനുക്കുഞ്ഞിന് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ചെറുപയറും മുളപ്പിച്ചതും കൂടി ഇട്ട് കഞ്ഞി വെക്കാനായിട്ടാണ് കുതിരവാലി അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇടഞ്ഞു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെറുപയറും കൂടി ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ കുറച്ച് ജീരകം കൂടി ചതച്ചിട്ട് കഞ്ഞി വെക്കുകയാണ്. അത് കുറുകിയ രീതിയിലായിട്ട് വെക്കുക. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ കഞ്ഞി ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് നേരം ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും നേരം നമ്മൾ പോയിട്ട് പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് തിരിച്ച് വരണേ. നമ്മളിപ്പം യാമീനെയും അണ്ണൻ്റെ കുട്ടീനെയും തനുവിനെയും കൂടെ ഒരുമിച്ചാണ് വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വേഗം പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം പിള്ളേരെ റെഡിയാക്കാനായിട്ട്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷിയ ബട്ടർ ഹൈലറോണിക് ആസിഡുമാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നമുക്ക് ഓൾറെഡി നല്ലൊരു ഹൈഡ്രേഷനും ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഫേസസ് കാനഡയുടെ 3-in-1 ഫൗണ്ടേഷനാണ്. ഇത് ഫൗണ്ടേഷനും സൺസ്ക്രീൻ അതുപോലെ തന്നെ മോയ്സ്ചറൈസറും വരും. ഒരു ബിൽഡബിൾ കവറേജിലാണ്. നമുക്ക് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ സ്ട്രോബ് ക്രീമും ഫൗണ്ടേഷനും കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴൊന്നും മേക്കപ്പ് ചെയ്യാനായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഒന്ന് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസസ് കാനഡയുടെ കംഫി വാവ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് കാരമൽ സ്വെർൽ എന്ന ഷെയ്ഡാണ്. മാറ്റ് ഫിനിഷാണ്. ഫുഡ് പ്രൂഫും അതുപോലെ തന്നെ ക്രാക്ക് പ്രൂഫൊക്കെ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ഐ ഷാഡായിട്ടും ബ്ലഷായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. ആമസോണിലും പർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ട് ചെക്ക് ചെയ്ത് നോക്കണേ. മുടിയുടെ കെട്ടിയിട്ട് വേഗം വന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. കഞ്ഞിയും പിന്നെ ചെറുപയറും മുളപ്പിച്ചത് തന്നെ തോരൻ വെച്ചതും ഉണ്ടായിരുന്നേ. അതും കൂടി കൂട്ടിയിട്ടായിരുന്നു രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. റെഡിയായി പോയിട്ട് ഞാൻ ആദ്യമേ അവരെ വിളിച്ച് റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ വന്ന് ഭക്ഷണം കഴിച്ചത്. അതാ ബാഗൊക്കെ ഇട്ട് വേറെ ബാഗാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് വേറെ ബാഗ് ഇട്ട് കൊടുത്താണ് കേട്ടോ. ഋഷിക്കുട്ടിനെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ഇറങ്ങാനായിട്ട് പോവുകയാണ്. പോണ വഴിക്ക് നമുക്ക് ശ്രീകുട്ടീനെയും യാമീനെയും കൂടെ കൂട്ടിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. യാമി കുറച്ച് നാൾ ഈ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. പ്രീ കെ ജിയിൽ കുറച്ച് നാൾ പോയിട്ടുണ്ട്. രണ്ടുപേരെ ഈ വർഷം LKG തന്നെയായിട്ട് വിടുന്നത്. തനുക്കുഞ്ഞിനെ കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഒരു വർഷം കൂടെ LKG പോട്ടെ എന്ന് വെച്ച് രണ്ടുപേരെ LKG തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്കൂളിലോട്ട് പോയി അവിടെ പ്രവേശനോത്സവത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ പ്രീ KG LKG UKG മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളെ ഉള്ളൂ. അതിനനുസരിച്ചിട്ട് അപ്പോൾ അവിടുത്തെ അവരുടെ മിസ്സുമാർ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഓരോ കുട്ടികളെ പരിചയപ്പെടലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ ചെറിയ കുട്ടികൾ മുതലുണ്ട് കേട്ടോ. പ്രീ KG മുതലുള്ള കുട്ടികളുണ്ടായിരുന്നേ. അവരച്ഛനമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു. 10-12 മണി വരെയുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പരിപാടി കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ അവിടെ കളിയായിരുന്നു. ഋഷിക്കുട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാ കുട്ടികളും കൂടി ഉള്ളതുകൊണ്ടേ ഇത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നേ.